സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ലോക ക്രിക്കറ്റ് ഉറ്റുനോക്കുന്ന 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റിന്റെ ഭാഗമായാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ടെസ്റ്റ് പരമ്പരകൾ ഇപ്പോൾ അരങ്ങേറുന്നത്. നിലവിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ഇന്ത്യയാണ് നിൽക്കുന്നത്. ഇതുവരെ 10 മത്സരങ്ങൾ കളിച്ച ഇന്ത്യ 7 വിജയങ്ങൾ സ്വന്തമാക്കി 86 പോയിന്റുകളാണ് നേടിയത്. അതായത് 71.67% ഇന്ത്യ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത്. ശേഷം 2-ാം സ്ഥാനത്ത് വലിയ എതിരാളികളായുള്ള ഓസ്ട്രേലിയ 12 മത്സരങ്ങൾ കളിച്ചു 8 വിജയങ്ങളും 3 പരാജയങ്ങളുമായി 90 പോയിന്റുകൾ നേടി. എന്നാൽ ഇന്ത്യയേക്കാൾ പോയിന്റ് ശതമാനം കുറവാണ് ഓസ്ട്രേലിയയ്ക്കുള്ളത്. 62.5 എന്ന പോയിന്റ് ശതമാനവുമായാണ് ഓസ്ട്രേലിയ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ശ്രീലങ്കയാണ്. 8 മത്സരങ്ങൾ ഈ സർക്കിളിൽ കളിച്ച ശ്രീലങ്ക 4 മത്സരങ്ങളിൽ വിജയം സ്വന്തമാക്കി 48 പോയിന്റുകളോടെയാണ് 50% വിജയത്തോടെ ശ്രീലങ്ക 3-ാം സ്ഥാനത്ത് തുടരുന്നത്. ഇനി നമുക്ക് ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് എങ്ങനെ കണക്കാക്കുന്നു എന്ന് നോക്കാം. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് സിസ്റ്റം നിലനിൽക്കുന്നത്. ടീമുകൾക്ക് ഒരു ടെസ്റ്റ് മത്സരത്തിലെ വിജയത്തിന് 12 പോയിന്റുകളാണ് ലഭിക്കുന്നത്. മത്സരം സമനിലയിലായാൽ 6 പോയിന്റുകൾ ലഭിക്കും. പക്ഷേ മത്സരങ്ങളിൽ സ്ലോ ഓവർ റേറ്റോ മറ്റ് ലംഘനങ്ങളോ നടന്നാൽ സാധാരണയായി ടീമിന്റെ പോയിന്റുകൾ നെഗറ്റീവ് പോയിന്റ് എന്ന നിലയിൽ കുറയ്ക്കും. അങ്ങനെയെങ്കിലും പോയിന്റ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയിന്റ് പട്ടികയിൽ ടീമുകളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത്. എന്താണ് ഈ നെഗറ്റീവ് പോയിന്റ്? നിലവിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പോയിന്റിന് വഴങ്ങേണ്ടി വന്നത് ഇംഗ്ലണ്ട് ടീമാണ്. 16 മത്സരങ്ങളിൽ നിന്നും 8 വിജയവും 1 സമനിലയും ഉൾപ്പെടെ 100 പോയിന്റ് കിട്ടേണ്ട ഇംഗ്ലണ്ടിന് 19 നെഗറ്റീവ് പോയിന്റ് കാരണം 81 പോയിന്റാണ് നേടാനായത്. അതിനാൽ പോയിന്റ് നിലയിൽ 1-ാം സ്ഥാനത്ത് എത്തേണ്ട ഇംഗ്ലണ്ട് 5-ാം സ്ഥാനത്താണ്. 90 പോയിന്റുള്ള ഓസ്ട്രേലിയ വഴങ്ങിയത് 10 നെഗറ്റീവ് പോയിന്റുകളാണ്. 86 പോയിന്റുള്ള ഇന്ത്യയുടെ നെഗറ്റീവ് പോയിന്റ് 2. ശ്രീലങ്ക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ എത്താൻ സാധ്യതയുണ്ടോ? നിലവിൽ ചാമ്പ്യൻഷിപ്പ് ടേബിളിന്റെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ശ്രീലങ്കയാണ്. ഇംഗ്ലണ്ടിനെതിരെ അവസാനിച്ച ടെസ്റ്റ് പരമ്പരയിൽ ഒരു കൂറ്റൻ വിജയം സ്വന്തമാക്കാൻ ശ്രീലങ്കയ്ക്ക് സാധിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ന്യൂസിലൻഡിനെതിരെയുള്ള മത്സരവും ശ്രീലങ്ക ജയിച്ചു കയറി. ഇതുവരെ 8 മത്സരങ്ങൾ ഈ സർക്കിളിൽ കളിച്ച ശ്രീലങ്ക 4 മത്സരങ്ങളിൽ വിജയം സ്വന്തമാക്കി. അതേസമയം 4 പരാജയങ്ങളും ശ്രീലങ്ക നേടുകയുണ്ടായി. 48 പോയിന്റുകളാണ് ശ്രീലങ്കയ്ക്ക് നിലവിലുള്ളത്. അതായത് 50% വിജയത്തോടെയാണ് ശ്രീലങ്ക 3-ാം സ്ഥാനത്ത് തുടരുന്നത്. ഇനി ശ്രീലങ്കയ്ക്ക് ഈ ചാമ്പ്യൻഷിപ്പിൽ അവശേഷിക്കുന്നത് 4 ടെസ്റ്റ് മത്സരങ്ങളാണ്. ഇതിൽ 2 മത്സരങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും 2 മത്സരങ്ങൾ ഓസ്ട്രേലിയയ്ക്കെതിരെയുമാണ് നടക്കുന്നത്. ഈ മത്സരങ്ങൾ ശ്രീലങ്കയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച് ശ്രീലങ്ക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെത്തും. പക്ഷേ ശ്രീലങ്കയുടെ എതിരാളികൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പ്രബലരായതിനാൽ തന്നെ ശ്രീലങ്കയുടെ ഫൈനലിലേക്കുള്ള എൻട്രി കഠിനമാണ്. വീണ്ടും പോയിന്റ് ടേബിളിലേക്ക്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ന്യൂസിലൻഡ് ടീമാണ്. ഇതുവരെ 7 മത്സരങ്ങൾ കളിച്ച ന്യൂസിലൻഡ് 3 മത്സരങ്ങളിൽ വിജയം സ്വന്തമാക്കിയപ്പോൾ 4 പരാജയങ്ങൾ ഏറ്റുവാങ്ങി. ശേഷമാണ് ഇംഗ്ലണ്ട് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ചാമ്പ്യൻഷിപ്പിലുടനീളം തങ്ങളുടെ ബാസ്ബോൾ ശൈലി ഉപയോഗിച്ചെങ്കിലും ഇംഗ്ലണ്ടിന് യാതൊരു മെച്ചവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇതുവരെ 16 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ഇംഗ്ലണ്ട് 8 മത്സരങ്ങളിൽ വിജയം സ്വന്തമാക്കിയപ്പോൾ 7 പരാജയങ്ങൾ നേരിട്ടു. ഒരു മത്സരം സമനിലയിലും പിരിഞ്ഞു. മാത്രമല്ല സ്ലോ ഓവർ റേറ്റിന്റെ പേരിൽ ഏറ്റവും അധികം പോയിന്റുകൾ നഷ്ടമായിരിക്കുന്നതും ഇംഗ്ലണ്ടിന് തന്നെയാണ്. 19 പോയിന്റുകളാണ് ഇംഗ്ലണ്ടിന് നിയമലംഘനം മൂലം നഷ്ടമായിരിക്കുന്നത്. ഇതോടെ 42.19 പോയിന്റ് ശതമാനമുള്ള ഇംഗ്ലണ്ട് 5-ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. പാകിസ്ഥാനെതിരായ പരമ്പരയിൽ വമ്പൻ വിജയം സ്വന്തമാക്കിയ ബംഗ്ലാദേശ് നിലവിൽ പോയിന്റ് പട്ടികയിൽ 6-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 7 മത്സരങ്ങളിൽ 3 വിജയമാണ് ബംഗ്ലാദേശ് നേടിയിട്ടുള്ളത്. 7-ാം സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്ക 6 മത്സരങ്ങളിൽ നിന്ന് 2 വിജയവുമായി നിൽക്കുന്നു. ഇതിനുശേഷമാണ് നിലവിൽ പാകിസ്ഥാൻ ടീം നിൽക്കുന്നത്. ഇതുവരെ 7 മത്സരങ്ങൾ കളിച്ച പാകിസ്ഥാൻ 2 വിജയങ്ങൾ സ്വന്തമാക്കിയപ്പോൾ 5 പരാജയങ്ങളാണ് നേരിടേണ്ടി വന്നത്. അതിനാൽ തന്നെ ഈ ടീമുകൾ ഫൈനലിലെത്താൻ സാധ്യതകൾ വളരെ കുറവാണ്. നിലവിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തന്നെയാണ് ലോർഡ്സിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്താൻ ഏറ്റവും സാധ്യതയുള്ള ടീമുകൾ.